മോഹൻലാലിന് ജന്മദിന സമ്മാനമായി പ്ലാവിൻ തോട്ടത്തിലെ ചക്കച്ചിത്രമൊരുക്കി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള, ചക്കക്കുരു, ചക്കപ്പോള, ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് മോഹൻലാലിന്റെ മുഖം സുരേഷ് ഒരുക്കിയത്. 65-ാം വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നത് 65 ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന് നടുവിലാണെന്നതാണ് ചിത്രത്തിന്റെ സവിശേഷത. പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകളും കൊണ്ട് അലങ്കരിച്ചാണ് ചിത്രം തയ്യാറാക്കിയത്. തൃശൂർ വേലൂരിലെ കുറുമാൻകുന്നിലെ വർഗീസ് തരകന്റെ ആയുർജാക്ക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ 97-ാം മീഡിയമായ ചക്കച്ചിത്രം ജനിച്ചത്. 8 അടി വലുപ്പത്തിലും 2 അടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത്. UN അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർജാക്ക് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാടവനയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിഞ്ചി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത്. 5 മണിക്കൂർ സമയമാണ് ഇതിനായി ചിലവഴിച്ചത്. ഏകദേശം 20 ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു. കേരളത്തിലെ ഒരു 15 സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എനിക്ക് റെഡ് ചക്ക കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് അലഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല. അവസാനമാണ് നമ്മുടെ വർഗീസ് ചേട്ടന്റെ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും. ഇങ്ങനെ ഒരു റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണമാവില്ല. മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ റെഡ് ചക്ക കിട്ടിയപ്പോൾ റെഡിന്റെ തന്നെ 2-3 വെറൈറ്റി. ഇപ്പൊ ഡാർക്ക് കളർ ഉണ്ട്, ലൈറ്റ് കളർ ഉണ്ട്. അപ്പൊ മഞ്ഞ തന്നെയാണെങ്കിൽ മഞ്ഞയുടെ ലൈറ്റ് ക്രീം കളർ വരെ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. പിന്നെ ഈ ചക്കയുടെ തൊണ്ട് വെച്ച താടി രോമങ്ങളും മീശരോമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ്. അത് ഉണങ്ങിയതുകൊണ്ട് പച്ചയുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവിന്റെ ഇലകൾ. അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിൽ ഒടുവിലാണ് ആയുർജാക്ക് ഫാമിലെ വർഗീസ് തരകന്റെ പിന്തുണയോടെ ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയതെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ചിത്രം കാണാൻ എത്തിയിരുന്നു. MIC ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മൂല്യാധിഷ്ഠിതമായ സമൂഹത്തിനുപകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന MIC ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. എക്സ്പെർട്ട് ഫാക്കൽറ്റി, സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി, ലൈവ് ഓൺലൈൻ ക്ലാസ്, AI training section, individual care, advanced computer lab, extracurricular activities, karate, swimming, football, arts and sports competition, exclusive pre-LKG. കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ. അഡ്മിഷൻ ഓപ്പൺ LKG to 8th standard. കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ആൽബിർ ആൻഡ് വണ്ടർ ലാബ് പാഠ്യപദ്ധതി. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ. കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ MIC തന്നെ ബെസ്റ്റ് ഓപ്ഷൻ. ലേൺ, പ്ലേ, ഗ്രോ വിത്ത് MIC ഇംഗ്ലീഷ് സ്കൂൾ. കൈപ്പമംഗലം 3 പീടിക.